എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 46-ാം ദിവസം. ഓം നമ ശിവായ. കാശി മഹാത്മ്യം പാരായണം തുടരുന്നു. നാലഞ്ചു വാസരം പിന്നെയും നീ സഖേ ശൂലാഗ്രഭാഗെ കിടക്കും ദശാന്തരേ. രാത്രോ പിശാചി സമൂഹങ്ങൾ വന്നുടൻ തത്ര ചുഴലവേ തിങ്ങി നിന്നിടിനാർ. അപ്പോൾ ഒരുത്തി പറഞ്ഞു തുടങ്ങിനാൾ, ഇപ്പാരിടം തന്നിൽ ആരുള്ളു ദൈവമേ, എന്നുടെ ശാപം വിടുർത്ത് ചീടുവാൻ ഇന്നൊരു മർത്യനെ കണ്ടീല ഞാനഹോ. എന്തൊരു ശാപം നിനക്കെന്ന് ചോദിച്ചിതന്തികെ നിൽക്കും പിശാചിമാരൊക്കവേ. ചൊന്നാൾ പിശാചി, അഹം പണ്ട് നല്ലൊരു തന്നുവങ്കിമാർ മൊഴി പൂമാലലീലയാ. വേശ്യാങ്കനാരത്നമായി പിറന്നുകൊണ്ടിച്ഛാനുകൂലം സുഖിച്ചു വാണിടിനേൻ. ദ്രവ്യത്തിനേതും മനസ്സുമുട്ടിൽ എനിക്കൗവണ്ണം അക്കാലം ഈശ്വരാനുഗ്രഹം. മന്നവന്മാരെ ഭയപ്പെടുന്നീല ഞാൻ എന്നുടെ സൗഭാഗ്യ സൗന്ദര്യ ഗൗരവാൽ. സർവാനുകൂലമാം ശീലമാധുര്യവും സർവതാരമ്യമാം ചാരുസല്ലാപവും സാരസ്യമാർഗവും സാരവേദിത്വവും വാരാങ്കനോചിതം വേശ്യാപ്രയോഗവും അക്കാലം എന്നോളം അന്യനാരീ ജനങ്ങൾക്കില്ല സാമർഥ്യമർത്ഥം വരുത്തുവാൻ. ഇത്തം മതം കൊണ്ടു കണ്ണു കാണായികയാൽ അത്യന്ത ദോഷമൊന്നുത്ഭവിച്ചു. തഥാ ആളിമാരോടു കളിച്ചു രസിച്ച് ഞാൻ മാളികമീരെ വസിക്കും ദശാന്തരേ. താമ്പൂല ചർവണം ചെയ്തു തുപ്പിയിടിനേൻ. താഴെ ഗമിക്കുന്ന വിപ്രന്റെ മസ്തകെ മേൽപോട്ടു നോക്കി ശപിച്ചു മഹീസുരൻ, കോപ്പിച്ചിരിക്കുന്ന വേശ്യയെ നശിക്ക നീ. ദുഷ്ടേ ദുരാശയെ പിശാചിയായി പോക നീ. ദുഷ്ടനാ വിപ്രേന്ദ്രൻ ഇത്തം ശപിച്ചു മാം. സംഭ്രമത്തോട് കീഴ്പോട്ടിറങ്ങിയിട്ടു ഞാൻ തൽപതേ വീണു നമസ്കരിച്ചിടിനേൻ. കാണാതെ ചെയ്ത ഒരു കർമ്മദോഷം ഭവാൻ കാണി നേരം ക്ഷമിക്കേണം മഹാമതേ. എന്നങ്ങപേക്ഷിച്ചു പട്ടുവസ്ത്രം കൊണ്ട് നന്നായി പ്രമാർജനം ചെയ്തു തന്മസ്തകം അഭൃംഗ്യലേപനം ചെയ്തു കുളിപ്പിച്ച് സഭ്യനാം വിപ്രനെ സൽക്കരിച്ചിടിനാൻ. അന്നവും പാൽപ്പഴം തേനും ഭുജിപ്പിച്ചു പിന്നെ ദുകൂലവും പൊന്നും കൊടുത്തു ഞാൻ. ചാലവേ വന്ദിച്ചു നിന്നെൻ്റെ തന്തികെ കാലു പിടിച്ചു കനിവിന്നിരുന്നു ഞാൻ. അന്നേരമേറ്റം പ്രസാദിച്ച് ഭൂസുരൻ നന്നായി വരികെന്ന് അനുഗ്രഹിച്ചിടിനാൻ. ശാപമോക്ഷം തരാമിന്ദീവരേക്ഷണേ. കോപം ശമിച്ചു തെളിഞ്ഞു സന്മാനസം. പൈശാചരൂപേണ പാരിടം തന്നിൽ നീ ദേശങ്ങൾ തോറും നടന്നു കൊള്ളുകാതരാൽ. മാനുഷർ നിന്നുടെ പാണിഗ്രഹണം ചെയ്യിൽ ആനന്ദമന്തൊട്ടുണ്ടാം നിനക്കെടോ എന്നു പറഞ്ഞു ഗമിച്ചു മഹീസുരൻ. അന്ന് തുടങ്ങി പിശാചിയായേനഹം. പ്രാണീജനം സർവം എന്നുടെ വിഗ്രഹം കാണുന്ന നേരം ഭയപ്പെട്ടു മണ്ടുന്നു. പാണിഗ്രഹത്തിനൊരുവനെ കണ്ടീല, കേണാൽ ഫലമില്ല ഭാഗ്യമില്ലാകയാൽ. എന്നുടെ വേളി കഴിക്കുന്ന മർത്യനൻ നന്നായി വരുമെന്ന് ചെന്നാൾ പിശാചിക. ആരും ഭയം കൊണ്ട് നേരെ വരുന്നീല. പാരം വിഷാദം നമുക്കു ദിനേ ദിനേ എന്നതു കേട്ടു പറഞ്ഞു താടങ്കനും, നിന്നുടെ വേളി കഴിക്കുന്നതുണ്ടു ഞാൻ. ശൂലാഗ്രശായിയായി ഞാൻ ചോരൻ മഹാകരൻ കാലനൂർ പോവാൻ കിടക്കുന്നു ഞാനിടോ. ഗാന്ധർവമാകുന്ന പാണിഗ്രഹം ചെയ്തു ബന്ധമോക്ഷം വരുത്തിയിടുന്നതുണ്ട് ഞാൻ. ഇത്തരം ചോരൻ്റെ വാക്ക് കേട്ടാതരാൽ സത്വരം ശൂലാഗ്രമേറി പിശാചിതാൻ. പാണിഗ്രഹം കഴിഞ്ഞാശു മഹീതലെ ക്ഷോണീന്ദ്രപുത്രിയായി സംഭവിച്ചിടിനാൾ. മന്ദാരലക്ഷ്മിയായി നിന്നുടെ ഭാര്യയായി വന്നു ഭവിച്ചതു സാമ്പ്രതം ഭൂപതേ. സിംഹധ്വജ ഭവാൻ താടങ്ക തസ്കരൻ സിംഹളാധീശനായി മേവുന്നു സാമ്പ്രതം. അല്പം ഗയാശ്രാത്ത സംഭൂതമാം ഫലം തൽപ്രഭാവത്തിനു കാരണം മന്നവാ. അന്നു നിനക്കു ഫലം തന്ന പാന്തനും ചെന്നു വസിക്കുന്നു ഗംഗാധരാത്മികേ. ശങ്കരൻ തന്നെ കിങ്കരന്മാരുടെ സംഘത്തിലൊന്നായി നടന്നിതു പാന്തനും. യാതൊരു നാളിൽ കടം വീട്ടുവാൻ ഭവാൻ പാതക ത്വംസിയാം ഗംഗാജലേ ശുഭേ. പൈതൃകർമ്മം കഴിച്ചിടുന്ന മന്നവൻ ഭൂതനാഥാനുകന്മാരിലൊന്നായി വരും. സന്തതി സ്തംഭനം തിന്നിന്നതു കാരണം സന്താപമെന്തിനു ഹന്തസിംഹധ്വജ. ഗംഗാജലസ്നാനം മാന്യം ലഭിച്ചു നീ ഗംഗാധര പ്രീതി പാത്രമായിടുക. പുത്രനുണ്ടാം നിനക്കെന്നാൽ മഹീപതേ. തത്ര ചെന്നാശൂകയാ ശ്രാദ്ധം മുട്ടുക. ഭോഗീന്ദ്രഭൂഷണ പ്രീതിക്ക് ഭൂതലേ ഭാഗീരഥി സ്നാനമേകം മഹൌഷധം. കാശീഗിരീശനെ ചെന്നു ഭജിക്ക നീ നാശശരീരമെന്നോർത്തുകൊള്ളു ഭവാൻ. പാദങ്ങൾ കൊണ്ടു ഫലമെന്ത് ഭൂപതേ. മോദേന കാശിക്ക് പോകാതെ മേവിനാൻ. പാരാതെ കണ്ടു വാരണാസീദേവനെ സ്വൈരം ഭജിക്കാത്ത മനുഷ്യൻ വഞ്ചിതൻ. വാരണാസി യാത്ര വഞ്ചിക്കും അപ്പോഴേ പേരോടെ വേർപെട്ട പാപങ്ങളൊക്കവേ. മുമ്പോട്ട് പാദം നിക്ഷേപണാൽ പിമ്പോട്ട് വാങ്ങുന്ന പാപവും. കാശിക്ക് പോകുന്നു ഞാനെന്നൊരു ചെയ്യിൽ ആശു ഭയപ്പെടും ബ്രഹ്മഹത്യാദികൾ. ഗംഗേതി രണ്ടക്ഷര ധ്യാന മാർഗേണ സംഘങ്ങൾ വേർപെട്ട് ശുദ്ധനാം മനുഷ്യൻ
ഹസ്തവും പാദവും സ്രോത നേത്രങ്ങളും മസ്തകം ചിത്തവും ശുദ്ധമാക്കിയിടുവാൻ കാശി മഹേശനെ കണ്ടു തൊഴുകയും കാശി പ്രദേശം കുറിച്ചു ഗമിക്കുകയും കാശി വിശേഷങ്ങൾ കേട്ടു സുഖിക്കുകയും കാശി മഹാദേശമീക്ഷണം ചെയ്യുകയും കാശി ഗിരീശ പ്രണാമങ്ങൾ ചെയ്യുകയും കാശീതി ചിന്തിച്ചിരിക്കുകയും ഇച്ചൊന്നതല്ലാതെ മറ്റെന്തൊരൗഷധം സ്വച്ഛമാനന്ദമസന്തോഹ സാധനം ക്ഷോണീപതേ വിചാരിക്ക നീ നിന്നുടെ ഭ്രൂണഹത്യ മഹാപാതകം കേവലം ശ്രീമദ് ജയാശ്രാദ്ധ പുണ്യാംശ ലാഭേന താമസം കൂടാതെ ശാന്തമാകുന്നിടം എന്നതുകൊണ്ട് നീ കാശി മഹാസ്ഥലെ ചെന്നു മന്ദാകിനി സ്നാനം ലഭിക്കടോ വിശ്വനാഥം മഹാദേവം ഭജിക്ക നീ വിശ്വസമ്പത്തും കരസ്ഥമാശൂതേ വിശ്വസിക്കേണം മഹാദേവനെ ഭവാൻ വിശ്വാസമൊന്നേ ഫലം ചെയ്യുമന്നവാ മന്നിൽ പ്രധാനമാ ശ്രീകാശിദേശത്ത് ചെന്നു പറ്റിയിടുവാൻ ഏറ്റവും ദുർഘടം പ്രത്യൂഹം ഓരോന്നകപ്പെടുന്ന നേരത്ത് ബുദ്ധിക്ക് കുണ്ഠിതം സംഭവിച്ചിടുല ധൈര്യം പരീക്ഷിക്കും അതിരിജ വല്ലഭൻ ധൈര്യവാനാകിൽ പ്രസാദിക്കും അപ്പോഴേ പാരാതെ പോക നീ വീരസിംഹധ്വജ വാരണാസീപുരം വാസം ലഭിക്ക നീ കാരുണ്യശീലനാം ബാലേന്ദുശേഖരൻ ഭൂരി കല്യാണം വരുത്തും നിനക്കെടോ. ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.